Hi, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് one brand makeup tutorial ആണ് ട്ടോ. So I am including skincare and makeup here. And in the use ചെയ്യുന്ന brand is Plum. Plum is vegan and cruelty free. I'm sure you all know by now. And in the past ഞാൻ green tea toner recommend ചെയ്തിട്ട് നിങ്ങൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ നല്ല റിവ്യൂസും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. And ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതും ആ സെയിം ബ്രാൻഡിൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. And I was very happy when they launched lipsticks too. I love their lipsticks. ഫസ്റ്റ് ഞാനിവിടെ സ്കിൻ പ്രെപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ പോർ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ്. ഇത് നമ്മുടെ പോർസിനെ ഡീപ്ലി ക്ലീൻ ചെയ്യുന്ന നല്ലൊരു ഫേസ് വാഷ് ആണ്. ദിസ് ഹാസ് ഗ്ലൈക്കോളിക് ആസിഡ് ദാറ്റ് ഹെൽപ്സ് ട്രീറ്റ് ആക്നെ ആസ് വെൽ. ആൻഡ് ഇതൊരു സേഫ് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ആഫ്റ്റർ ക്ലെൻസിങ് ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്. ഇപ്രാവശ്യം ഞാൻ അവിടെ റൈസ് വാട്ടർ ആൻഡ് 3% നിയാസിനമൈഡിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ലൊരു ഫ്രേഗ്രൻസ് ഫ്രീ ടോണറാണ്. ആൻഡ് ദിസ് ടോണർ ഹെൽപ്സ് റെഡ്യൂസ് പോർസ് ആൻഡ് കൺട്രോൾസ് ആക്നെ. ആൻഡ് ഇതൊരു ഹൈഡ്രേറ്റിംഗ് ടോണറാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫുൾ ഫേസിൽ പാഡിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ കോട്ടൺ പാഡിൽ കുറച്ചെടുത്തിട്ട് ഫുൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും വല്ല എക്സ്ട്രാ ഡേർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതും ക്ലീൻ ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. അതിനിവിടെ യൂസ് ചെയ്യുന്നത് അവരുടെ ഓയിൽ ഫ്രീ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ. ദിസ് നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ, ഐ നോ. എന്നാലും ഞാൻ പറയാം, ദിസ് ഈസ് എ വെരി ലൈറ്റ് വെയ്റ്റ് സ്കിൻ ഫ്രണ്ട്ലി മോയ്സ്ചറൈസർ ദാറ്റ് ഹെൽപ്സ് യു കൺട്രോൾ യുവർ ആക്നെ ആൻഡ് ഈസ് നോൺ സ്റ്റിക്കി. ഇത് നന്നായി സ്കിന്നിൽ അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. And the next step, I'm using their sunscreen that has SPF 35 PA+++. This is a very lightweight sunscreen and a gel type anada. This leaves no white cast and is non-comedogenic, and you know I'm acne prone, and I would highly recommend this sunscreen for all the acne prone beauties out there. Next, I'm getting into a simple makeup look. അതിനിവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അവരുടെ Plum എൻ്റെ ലെജിറ്റ് മാറ്റ് കോമ്പാക്ട് പൗഡർ. ബേസിന് ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ദിസ് കോമ്പാക്ട് പൗഡർ. ഐ ലവ് ദിസ് കോമ്പാക്ട് പൗഡർ ബിക്കോസ് ഇറ്റ് റിയലി ബ്ലോസ് മൈ പോഴ്സ്. നല്ല മാറ്റ് ഫിനിഷ് ആണ്. ഞാൻ ആദ്യം റൈറ്റ് സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്, ജസ്റ്റ് സീ ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണാൻ പറ്റും. എൻ്റെ പോഴ്സിനെ നന്നായിട്ട് ബ്ലർ ചെയ്യുന്ന പോലെ ഇത് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തു. കണ്ടോ, ക്ലോസപ്പിൽ കാണാൻ പറ്റുന്നുണ്ടാവും. I love how this absorbed my oil, and also this did not break out my skin. ഇനി ഞാനിത് എൻ്റെ ബാക്കിയുള്ള ഫേസിൽ ഈ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ അവരുടെ ലിക്വിഡ് ഐലൈനർ യൂസ് ചെയ്യാണ്, വിച്ച് ഇസ് കോൾഡ് ഐ സ്വേ ബൈ മാറ്റ് ലൈനർ. ഇതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു വിങ് പോലെയാണ് ഇന്ന് വരയ്ക്കുന്നത്. താഴെ വരയ്ക്കുന്നില്ല, മേലെ മാത്രമാണ് ഞാനിത് വരയ്ക്കുന്നത്. ദിസ് ഐലൈനർ ഇസ് മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആൻഡ് ലൈറ്റ് വെയ്റ്റ്. ഇത് വേഗം ഡ്രൈ ആവും. ആൻഡ് ദേ ആർ SLS ആൻഡ് SLES ഫ്രീ. ഈ ബ്രാൻഡിൽ പാരബിൻസ് ഇല്ല, താലിറ്റ്സ് ഇല്ല, സിലിക്കൺസ് ഇല്ല. ദ റീസൺ വൈ ഐ നെവർ ഹാഡ് ബ്രേക്ക്ഔട്ട്സ് യൂസിങ് ദിയർ ബ്രാൻഡ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലം ഐ സ്വേ ബൈ കോൾ കാജൽ. ഇത് നല്ല ക്രീമി ജെറ്റ് ബ്ലാക്ക് കാജലായിരുന്നു. വാട്ട് ഐ നോട്ടീസ് വാസ് ദിസ് വാസ് വെരി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് വാസ് മച്ച് പ്രൂഫ്. ഇത് കുറച്ച് അധികം നേരം പരക്കാതെ എൻ്റെ കണ്ണിലിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എൻറ്റയർ ഐ മേക്കപ്പ് ലുക്ക് വാസ് വാട്ടർ പ്രൂഫ് ഫോർ മീ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് അവരുടെ മസ്കാരയാണ്, ഐ സ്വേ ബൈ വോള്യൂം മസ്കാര. ഇത് നമ്മുടെ ലാഷസിനെ കുറച്ച് ലെങ്തൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ദ സെയിം തിങ് ഐ എം ഡൂയിങ് ഓൺ മൈ ലോവർ ലാഷസ് ആസ് വെൽ. ഇതിലുള്ളത് വിറ്റമിൻ ഇ ആൻഡ് കാമലിയ സീഡ് ഓയിൽ. Next, എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ മേക്കപ്പ് ലുക്കിലേക്ക് കിടക്കുകയാണ്, വിച്ച് ഇസ് ലിപ്സ്റ്റിക്. ആൻഡ് ഹിയർ ഐ എം യൂസിങ് ദിയർ മാറ്റ് ടെറിഫിക് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് പീച്ച് പ്ലീസ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രം ദ റേഞ്ച്. ഐ ലവ് ദിസ് ലിപ്സ്റ്റിക്. നല്ലൊരു വാം അണ്ടർടോൺസ് ഉള്ള ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഐ മീൻ ലുക്ക് അറ്റ് ദാറ്റ് കളർ ആൻഡ് ദ ഫിനിഷ്. ഐ ലവ് ഹൗ ദിസ് സിറ്റ്സ് ഓൺ മൈ ലിപ്സ്. നല്ലൊരു ഫിനിഷാണ്, നല്ല മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ആൻഡ് ഐ എം യൂസിങ് another shade from the same range as blush. Here I'm using a pink shade that's called Plum Rosa 121. ഇതാണ് ഞാൻ എൻ്റെ ഒരു ബ്ലഷ്ഡ് ലുക്ക് വരാനായിട്ട് ഞാനിവിടെ ചിന്നിലും ചീക്സിലും നോസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ഒരു നാച്ചുറൽ ബ്ലഷ്ഡ് ലുക്ക് വരാനാണ്. ഐ എം യൂസിങ് എ ബ്രഷ് ടു ബ്ലെൻഡ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞാൽ ഞാൻ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്.
Finally, ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് എൻ്റെ ഈ കംപ്ലീറ്റ് ലുക്ക് ഒന്നും കൂടി സെറ്റ് ചെയ്യാണ് സോ ദാറ്റ് ദ ബ്ലഷ് ലുക്സ് ലിറ്റിൽ മോർ നാച്ചുറൽ. ഐ ലവ് ഹൗ ദിസ് ടേൺഡ് ഔട്ട് ആൻഡ് ഒരുപാട് ലേയേഴ്സ് ഒന്നുമില്ല, ലുക്സ് വെരി നാച്ചുറൽ. This entire makeup look is very lightweight. This cake alla ഒരുപാട് layers ഒന്നുമില്ല. You would definitely love this. And look at this shade of lipstick, guys. I would highly recommend this shade. This is like a must have. Like, you cannot skip buying this. I mean, if you are yellow undertone beauty, this is like a must have. This is also lightweight. Do let me know in comments how did you like this makeup look that is also skin loving. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Bye. Take care. Love you.